ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏലിയൻസ് ആണ് നമ്മുടെ വിഷയം. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച നാസ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് ഏലിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യം ഏലിയൻസിനെ കുറിച്ച് അറിയാനായിരിക്കും. അത് ഞാൻ വെറുതെ ഊഹിച്ചു പറയുന്ന ഒരു കാര്യമല്ല. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ഏലിയൻസിനായിരുന്നു. ഏലിയൻസിനെ കുറിച്ച് അറിയാനാണ് അവർക്ക് കൂടുതലും താല്പര്യമുള്ളത്. സ്വാഭാവികമായി എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു താല്പര്യം തന്നെയാണ് ഉണ്ടായിരിക്കുക. നമ്മളെപ്പോലെ തന്നെ ഉള്ള ജീവജാലങ്ങൾ മറ്റ് എവിടെയെങ്കിലും ഉണ്ടോ? അവർ എങ്ങനെയായിരിക്കും ജീവിച്ചു പോകുന്നത്? അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാകുമോ? ആസ്ട്രോണമിയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഈ ഏലിയൻസിൻ്റെ സാധ്യത തന്നെയാണ്. ഇപ്പോൾ എന്താണ് നാസ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? 17 എക്സോ പ്ലാനറ്റുകളെക്കുറിച്ചുള്ള ഒരു പബ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. ആ 17 എക്സോ പ്ലാനറ്റുകളെയും നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തിന് വെളിയിലുള്ള ഗ്രഹങ്ങളാണ്. അതായത് മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റിനുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുന്ന അന്യഗ്രഹങ്ങളാണ്. ഈ 17 അന്യഗ്രഹങ്ങൾ ഏലിയൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ 17 ഗ്രഹങ്ങളും ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളല്ല, ചൊവ്വാഗ്രഹത്തെപ്പോലുള്ള ഗ്രഹങ്ങളല്ല, ശനിയെപ്പോലെയോ ശുക്രനെ പോലെയോ ഉള്ള ഗ്രഹങ്ങളല്ല. ഇത് വിചിത്രമായിട്ടുള്ള 17 ഗ്രഹങ്ങളാണ്. ഇതിൻ്റെ സബ് സർഫസിൽ അതിഭീകരമായിട്ടുള്ള സമുദ്രമുണ്ട്. വലിയ അളവിലുള്ള ജലം അവിടെ അടങ്ങിയിട്ടുണ്ട്. സബ് സർഫസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജലം അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ പ്രതലത്തിലല്ല, എന്നാൽ പ്രതലത്തിൻ്റെ ഉള്ളിലാണ്. പ്രതലത്തിനും പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പ്രതലം ഐസ് പാളികൾ കൊണ്ട് തീർത്തതാണ്. തീർച്ചയായിട്ടും അത് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും വളരെയധികം അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ശൈത്യം അല്ലെങ്കിൽ തണുപ്പായിരിക്കും അവിടെ അനുഭവപ്പെടുക. അത്രയധികം തണുപ്പുള്ള സ്ഥലത്ത് എങ്ങനെയാണ് സമുദ്രമുണ്ടാവുക? സമുദ്രമുണ്ടാകും. അതിശക്തമായിട്ടുള്ള തണുപ്പാണെങ്കിൽ പോലും അതിൻ്റെ പ്രതലത്തിൽ മാത്രമായിരിക്കും ഐസ് പാളികൾ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജലമുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഭൂമിയിൽ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. മഞ്ഞ് പെയ്യുന്ന സമയമാകുമ്പോൾ അവിടുത്തെ നദികൾ പോലും ഐസ് കട്ടയായിട്ട് മാറുന്നതാണ്. പക്ഷേ നദികൾ പൂർണ്ണമായിട്ടും ഐസ് കട്ടയായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ സബ് സർഫസിൽ എപ്പോഴും ജലമുണ്ടായിരിക്കുന്നതാണ്, ദ്രാവക അവസ്ഥയിൽ തന്നെ. മുകൾ ഭാഗത്ത് കട്ടിയുള്ള ഐസാണ്, പക്ഷേ ഉള്ളിലേക്ക് പോകും തോറും അവിടെ ജലം ഉണ്ടായിരിക്കുന്നതാണ്. ഉള്ളിലുള്ള ആ ജലത്തെ കൂടി ഐസാക്കി മാറ്റണമെങ്കിൽ കുറേ കൂടെ തണുപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുന്ന താപം എന്ന ഊർജം കുറയേണ്ടതായിട്ടുണ്ട്. ശരിക്കും തണുപ്പ് എന്ന് പറയുന്നത് ഒരു ഊർജമൊന്നുമല്ല, താപം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. ആ താപത്തിൻ്റെ അഭാവമാണ് തണുപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെയധികം തണുപ്പാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വളരെയധികം ഊർജത്തിൻ്റെ കുറവുണ്ടെന്നാണ്, താപം എന്ന ഊർജത്തിൻ്റെ കുറവുണ്ടെന്നാണ്. ആ എക്സോ പ്ലാനറ്റുകളിലേക്ക് പോകുമ്പോൾ ഇത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വലിയൊരു സമുദ്രം ഉണ്ടാവാനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കുന്നത്. അതിനുപരിയായിട്ട് ഗ്രാവിറ്റേഷൻ തന്നെയാണ്. സൂര്യൻ അല്ലെങ്കിൽ ഒരു നക്ഷത്രം, ആ നക്ഷത്രം സൃഷ്ടിക്കുന്ന ഗ്രാവിറ്റി അത് അതിഭീകരമാണ്. നമ്മുടെ സൗരയൂഥം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് നമ്മുടെ സൂര്യന് തന്നെയാണ്. സൗരയൂഥത്തിൻ്റെ മൊത്തം മാസിൻ്റെ 99% മാസും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സൂര്യനിലാണ്. ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ് മറ്റുള്ള സ്റ്റാർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴും ഉള്ളത്. അവിടെയും ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് സൂര്യനിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ നക്ഷത്രത്തിലാണെന്ന് പറയുമ്പോൾ ആ നക്ഷത്രം അല്ലെങ്കിൽ ആ സൂര്യൻ സൃഷ്ടിക്കുന്ന അതിശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനൊരു തരംഗ സ്വഭാവമാണ് ഉള്ളത്. ഗ്രാവിറ്റി സ്പേസിലൂടെ ഒരു തരംഗമായിട്ടാണ് പോകുന്നത്. സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ ഓളങ്ങൾ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ തരംഗങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പേസിലും ഒരു തരംഗമുണ്ട്. ആ തരംഗത്തെ സൃഷ്ടിക്കുന്നത് മാസാണ്. മാസുള്ള ഒരു വസ്തുവിൻ്റെ ചലനം കാരണം അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെ സ്പേസിൽ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. സ്പേസിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. സ്പേസ് വളരെയധികം ഫ്ലെക്സിബിളാണ്. അതിനെ നമുക്ക് വളയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിലൂടെ ഒരു തിര പോകുന്നതാണ്. ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന തിര അത് ചുരുങ്ങുന്നതാണ്, അത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. സ്പേസിന് അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു തരംഗം മാസുള്ള മറ്റൊരു സെലസ്റ്റിയൽ ബോഡിയുടെ അടുത്തുകൂടി അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ തരംഗം
ആ ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. സ്പേസ് വികസിക്കുകയും അതുപോലെ കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഈ തരംഗം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ എക്സോ പ്ലാനറ്റിലും ഇത്തരത്തിലുള്ള ഒരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഒരു വലിച്ചു നീട്ടലും ഒരു ചുരുങ്ങലും സംഭവിക്കുന്നതാണ്. അതായത് തരംഗം കടന്നു പോകുമ്പോൾ അത് അല്പം ഒന്ന് നീണ്ടുപോകുന്നു, അല്പം ഒന്ന് ചുരുങ്ങിപ്പോകുന്നു. ഇതേ പ്രതിഭാസം നമ്മുടെ ഭൂമിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ വലിച്ചു നീട്ടലും ഈ ചുരുങ്ങലും വളരെയധികം ചെറിയ അളവിലാണ് സംഭവിക്കുന്നത്. പക്ഷേ അത് തന്നെ മതിയാകും അതിൻ്റെ ഉൾഭാഗത്ത് ഒരു ഊർജത്തെ സൃഷ്ടിക്കാനായിട്ട്. ആ ഊർജം അതിൻ്റെ ഉള്ളിലുള്ള ജലത്തെ ദ്രാവകാവസ്ഥയിൽ തന്നെ നിലനിർത്തുകയാണ്. ഇതുമാത്രമല്ല, വേറെയും ചില കാരണങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള ചില എലമെൻറ്റുകളുടെ സാന്നിധ്യമാണ്. റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻറ്റുകൾ, ഉദാഹരണത്തിന് യുറേനിയം, പ്ലൂട്ടോണിയം, അവയ്ക്ക് താരതമ്യേന വളരെയധികം ഭാരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻറ്റുകളൊക്കെ തന്നെയും അതിൻ്റെ ഏറ്റവും അവസാന നമ്പറുകളിലാണ് വരുന്നത്. വളരെയധികം മാസ് കൂടിയിട്ടുള്ള എലമെൻറ്റുകളാണ്. ഈ എലമെൻറ്റുകൾ തീർച്ചയായിട്ടും ഒരു ഗ്രഹത്തിൻ്റെ മധ്യഭാഗത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ പിന്നിലുള്ള കാരണം ഗ്രാവിറ്റി തന്നെയാണ്. നമ്മുടെ ഭൂമി തന്നെ നോക്കുക. ഭൂമിയുടെ ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ പരപ്പിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും മാസ് കുറഞ്ഞ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞിട്ടുള്ള പദാർത്ഥങ്ങളെയാണ്. മണൽ അല്ലെങ്കിൽ സിലിക്ക എന്ന് പറയുന്ന അതിന് ഭാരം വളരെ കുറവാണ്. അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിലോ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണെങ്കിലോ ഭാരം അല്ലെങ്കിൽ ഡെൻസിറ്റി വളരെയധികം കുറവുള്ള എലമെൻറ്റുകൾ, അതായത് അവിടെ നൈട്രജൻ ഉണ്ട്, അതുപോലെ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അത്തരത്തിലുള്ള വാതകങ്ങളുടെ സാന്നിധ്യമാണ്. ഉള്ളിലേക്ക് പോകും തോറും ഡെൻസിറ്റി കൂടിയിട്ടുള്ളവയാണ് അടങ്ങിയിരിക്കുന്നത്. ഭൂമിയുടെ പ്രതലവും കുഴിച്ച് വളരെയധികം ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് നമുക്ക് കോർ അല്ലെങ്കിൽ അതിൻ്റെ കാമ്പ് കാണാനായിട്ട് സാധിക്കും. ആ കാമ്പ് അല്ലെങ്കിൽ ആ കോർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിക്കൽ കൊണ്ടും ഇരുമ്പ് കൊണ്ടുമാണ്. ഇരുമ്പിന് അതിശക്തമായിട്ടുള്ള ഒരു ഭാരം തന്നെയാണ് ഉള്ളത്. ഇത് തന്നെയാണ് എല്ലാ ഗ്രഹങ്ങളിലും ഉള്ളത്. എല്ലാ ഗ്രഹങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. റോക്കി വേൾഡിൽ ഉള്ളതുപോലുള്ള പദാർത്ഥമല്ല സാറ്റേണിലോ അല്ലെങ്കിൽ ജൂപ്പിറ്ററിലോ അടങ്ങിയിരിക്കുന്നത്. അവിടെയൊക്കെ വാതകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഏത് ഗ്രഹം എടുത്താലും അതിനെല്ലാം ഒരു പെക്യുലാരിറ്റി ഉണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിരിക്കും അവിടുത്തെ ഏറ്റവും ഡെൻസിറ്റി കൂടിയിട്ടുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 17 എക്സോ പ്ലാനറ്റുകൾ, സമുദ്രത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ എക്സോ പ്ലാനറ്റിൻ്റെ കാര്യത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അതിൻ്റെ മധ്യഭാഗത്തേക്ക് പോകുമ്പോൾ അതിശക്തമായ രീതിയിൽ റേഡിയേഷൻ സൃഷ്ടിക്കുന്ന റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഭാരക്കൂടുതലുള്ള എലമെൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ആ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ തീർച്ചയായിട്ടും റേഡിയേഷനെ വെളിയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതാണ്. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഊർജം അടങ്ങിയിട്ടുണ്ട്. ആ ഊർജം അവിടെ ഒരു താപം സൃഷ്ടിക്കുന്നതാണ്. ആ താപം കാരണം അവിടെ ജലമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ആ ജലത്തിൻ്റെ താപനില ഒരുപക്ഷേ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു താപനിലയായിരിക്കും. അങ്ങനെയുള്ള താപനില ആയിരിക്കുമെന്ന് തന്നെയാണ് നാസയുടെ ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. അത്തരത്തിലുള്ള ജലം അവിടെ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള താപനില അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്? ആദ്യത്തെ ഏകകോശങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? അബയോജെനസിസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു തിയറി തന്നെയാണ്. ആ തിയറി അനുസരിച്ച് ജീവജാലങ്ങളുടെ എല്ലാം തുടക്കമായിട്ടുള്ള ആദ്യത്തെ സെല്ലിൻ്റെ തുടക്കമായിട്ടുള്ള ആദ്യത്തെ മോളിക്യൂൾസ്, ആ മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത് ജലത്തിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള സെല്ലുകൾ തീർച്ചയായിട്ടും എക്സോ പ്ലാനറ്റുകളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും ജീവജാലങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് വലിയൊരു പ്രൊട്ടക്ഷനായി മാറുകയാണ് അവിടുത്തെ ഐസ് പാളി. അവിടെ അന്തരീക്ഷം ഇല്ലെങ്കിൽ പോലും, അവിടെ കാര്യമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക വലയം ഇല്ലെങ്കിൽ പോലും ഈ ഐസ് പാളികൾ അതിൻ്റെ ഉള്ളിലുള്ള സമുദ്രത്തിൽ കഴിയുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുകയാണ്. അതൊരു ഷീൽഡ് പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയുമാണ്. അങ്ങനെയാണെങ്കിൽ ജീവൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള വളരെ ജൈജാൻറ്റിക്കായിട്ടുള്ള ജീവജാലങ്ങൾ പോലും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ അവയെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? അവയെ കണ്ടെത്താൻ തീർച്ചയായിട്ടും നമ്മൾ അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇത്രയധികം കട്ടിയുള്ള ഐസ് പാളികളുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്
അത് നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. പക്ഷേ അവിടെയും വീണ്ടും ഒരു പക്ഷേ പറയേണ്ടതായിട്ടുണ്ട്. ഈ ലോകം ഇത്തരത്തിലുള്ള എക്സോ പ്ലാനറ്റുകൾ അങ്ങ് വളരെയധികം അകലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ഉള്ളത്, മറിച്ച് നമ്മുടെ തന്നെ സൗരയൂഥത്തിൻ്റെ ഉള്ളിലുമുണ്ട്. അത് തീർച്ചയായിട്ടും ഗ്രഹങ്ങളല്ല, പക്ഷേ ചില ഗ്രഹങ്ങളെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന എക്സോ പ്ലാനറ്റുകൾ തന്നെയാണ്. വളരെ മുൻപ് ഈ ചാനൽ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഞാൻ അത്തരത്തിലുള്ള ചില എക്സോ പ്ലാനറ്റുകളെക്കുറിച്ച് ചില വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് ഓടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരുന്ന വീഡിയോകളിൽ ചിലതാണ് അവയൊക്കെ. ഉദാഹരണത്തിന് ജൂപ്പിറ്ററിൻ്റെ എക്സോ പ്ലാനറ്റ് ആയിട്ടുള്ള യൂറോപ്പ, സാറ്റേണിൻ്റെ എക്സോ പ്ലാനറ്റ് ആയിട്ടുള്ള എൻസെലാഡസ്, അതൊക്കെ ഐസി വേൾഡാണ്. അതായത് അവ പൂർണ്ണമായിട്ടും ഐസ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. പൂർണ്ണമെന്ന് ഇവിടെ ശരിക്കും അങ്ങനെ പറയാൻ തന്നെ സാധിക്കുകയില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ സമുദ്രമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായത്? അത്തരത്തിലുള്ള ഒരു ഐഡിയ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് കസീനി പേടകത്തിലൂടെയാണ്. കസീനിയെക്കുറിച്ചും വളരെ മുൻപ് തന്നെ ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കസീനി പേടകം ഈ എക്സോ പ്ലാനറ്റിൻ്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം അവിടെ സംഭവിക്കുന്നതായിട്ട് കസീനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ കസീനിയിൽ ഘടിപ്പിച്ചിരുന്ന ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായിരുന്നു ആ പ്രതിഭാസം? എന്തോ ചില ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ചില പദാർത്ഥങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അതിശക്തമായിട്ട് ഉയർന്നു വരുന്ന ആ പദാർത്ഥങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ ജലമടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് അവ മുകളിലേക്ക് ഉയർന്നു വരുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ സമുദ്ര ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. വോൾക്കാനിക് ഇറപ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമ്മൾ ഭൂമിയിലൊക്കെ കാണാറുള്ളതാണ്. അതിഭീകരമായിട്ടുള്ള എക്സ്പ്ലോഷനുകളാണ്. പക്ഷേ ആ വോൾക്കാനിക് ഇറപ്ഷനിൽ ഉണ്ടാകുന്നത് ലാവയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഐസി വേൾഡുകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ലാവയല്ല, മറിച്ച് ജലത്തിൻ്റെ ദ്രാവകാവസ്ഥയിലുള്ള രൂപമാണ്. ജലമുണ്ടായിരിക്കും, അതിൽ മീഥേൻ ഉണ്ടായിരിക്കും, മറ്റു ചില പദാർത്ഥങ്ങളുമൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെയുള്ളൊരു പ്രതിഭാസമാണ്. പക്ഷേ ഇതിനെ ക്രയോ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്രയോ താപത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം തണുത്ത അവസ്ഥയിലുള്ള ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്താണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ നമ്മുടെ ഭൂമിയിൽ കാണുന്നത് പോലെ ഗീസർ പോലുള്ള, അതായത് ജലം ഭൂമിയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് കുതിച്ചുയരുന്ന പോലുള്ള ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട്. ആ പ്രതിഭാസത്തിലൂടെയാണ് വലിയ ഒരു സമുദ്ര ലോകം ഈ സാറ്റലൈറ്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങ് അകലെയുള്ള എക്സോ പ്ലാനറ്റിലേക്ക്, ഉദാഹരണത്തിന് പ്രോക്സിമ സെൻറ്റോറി ബി, ഈ 17 എക്സോ പ്ലാനറ്റുകളിൽ ഒന്നാണ് പ്രോക്സിമ സെൻറ്റോറി ബി. അത് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എക്സോ പ്ലാനറ്റാണ്. പക്ഷേ അവിടേക്ക് പോലും പോകാൻ വളരെ പ്രയാസമാണ് നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട്. പക്ഷേ അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആദ്യ പഠനങ്ങൾ നമുക്ക് നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ നടത്താൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ട പ്രയത്നങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 2030 യൂറോപ്പ ക്ലിപ്പർ എന്ന പേരിൽ നാസ ഒരു പേടകത്തെ അവിടെ എത്തിക്കുന്നുണ്ട്. അവിടുത്തെ പ്രതലത്തിൽ പഠനങ്ങൾ നടത്താൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു പേടകത്തെ അയക്കുന്നത്. അത് വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും ആസ്ട്രോണമി പഠനങ്ങൾ, പ്രത്യേകിച്ചും ഏലിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. 2030 എന്ന് പറയുമ്പോൾ ഒത്തിരി വർഷമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 6 വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യൂറോപ്പ ക്ലിപ്പറിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ അതിൻ്റെ പഠനത്തെക്കുറിച്ചും അതിലുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളെക്കുറിച്ചും പഠന രീതികളെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയാണ് കമൻറ്റ് ബോക്സ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.